ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സാമ്പത്തിക ശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഖുതുബയിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. മഹാനായ ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീരിൽ സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സകാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട് 8 അവകാശികളെ പറ്റി പറയുന്ന ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്ന ആളുകൾക്ക് 12 നേട്ടം, 12 ഗുണം ലഭിക്കും. സകാത്ത് വാങ്ങുന്നവർക്ക് കിട്ടുന്ന ഗുണങ്ങളൊക്കെ വേറെയുണ്ട്. സകാത്ത് കൊടുക്കുന്നവർക്ക് തന്നെ സകാത്ത് കൊടുക്കുന്നത് കൊണ്ട് 12 നേട്ടങ്ങൾ, ഗുണങ്ങൾ കിട്ടും. എന്നിട്ട് അക്കൂട്ടത്തിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, പരിശുദ്ധ സമ്പത്തിനിക്ക് അറബിയിൽ മാല് എന്നാണ് പറയുക. നമുക്കൊക്കെ അറിയുന്നത് തന്നെയാണ്, മാല് എന്നാണ് സമ്പത്തിന് പറയുക. യഥാർത്ഥത്തിൽ മാൽ എന്ന വാക്കിന്റെ അർത്ഥം വരിക ചായ്വ്, ആകർഷണം എന്നൊക്കെയാണ്. എന്തുകൊണ്ടാണ് അറബിയിൽ സമ്പത്തിന് മാല്, മുതലിന് മാല് എന്നെന്തിനാ പേര് വച്ചിരിക്കുന്നത്? അതിനുള്ള കാരണം മഹാനവറുകൾ പറഞ്ഞു, ലികസറത്തി മൈലി കുല്ലി അഹദിൻ ഇലൈഹി, സമ്പത്തിനോടുള്ള ചായ്വ്, ആകർഷണം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഉള്ളതാണ്, ഉള്ളവർക്കൊക്കെ കൂടുതലുമാണ്. രണ്ടും കൂടിയുണ്ട്. സമ്പത്തിനോടുള്ള ആകർഷണം എല്ലാവർക്കും ഉള്ളതാണ്, ജന്മന ഉള്ളവർക്കൊക്കെ കസറത്തുമുണ്ട്, കൂടുതലുമുണ്ട്. അപ്പൊ ജന്മന മനുഷ്യനിക്ക് സമ്പത്തിനോടുള്ള ആകർഷണീയത ഉള്ളത് തന്നെയാണ്. പക്ഷേ ആ മനുഷ്യന്റെ സമ്പത്തിനോടുള്ള ആർത്തിയും താല്പര്യവും ആകർഷണീയതയും അവനെ ഹക്കും ബാത്തിലും നോക്കാതെ സമ്പാദിക്കുന്നിടത്തേക്ക് കൊണ്ടെത്തിക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഖുതുബയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, സമ്പത്ത് ഉണ്ടാവുന്നതിനെ ഒരിക്കലും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നേയുള്ളൂ. അതേസമയം ഹക്കും ബാത്തിലും ഇല്ലാതെ, ഹറാമും ഹലാലും നോക്കാതെ സമ്പാദിക്കുന്നത് അത് ആഖിറത്തിലേക്ക് എത്തുമ്പോൾ വലിയ നഷ്ടത്തിന് ഇടവരുത്തും. മഹാനായ ഹാഫിദ് ഇബ്നു അബി ദുനിയ ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്, ഇസ്ലാഹുൽ മാൽ. സമ്പത്ത് ശരിയാക്കേണ്ടത് എങ്ങനെയെന്നാണ് മഹാനവറുകൾ ആ ഗ്രന്ഥത്തിൽ ഉടനീളം ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് അതിൽ 2 വരി കവിത കൊണ്ടുവരുന്നുണ്ട്. ആരാ കവിത പാടിയിട്ടുള്ളത്? മഹാന്മാരായ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച് എത്രയോ താബിഈങ്ങളിൽ നിന്ന് ഹദീസ് സ്വീകരിച്ച പ്രഗൽഭനായ മുഹദ്ദിസ് മഹാനായ അബ്ദുറഹ്മാൻ അൽ-ഔസാഇ മഹാനവറുകൾ പാടിയ 2 വരി കവിതയാണ്. അൽമാലു യദ്ഹബു ഹില്ലുഹു വഹറാമുഹു യൗമൻ വയബ്ഖാ ബഅദഹു ആസാമുഹു. എന്ത് നല്ല അർത്ഥവത്തായ വരികളാണ്. മഹാനായ ഔസാഇ ഇമാം പറയുന്നു, സമ്പത്ത് നിങ്ങൾ ഹലാലായ വിധത്തിലുണ്ടാക്കിയാലും ഹറാമായ വിധത്തിലുണ്ടാക്കിയാലും എങ്ങനെ സമ്പാദിച്ചതാണെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങളെ കയ്യിൽ നിന്നത് തീർന്നു പോകും, 100% ഉറപ്പാ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്, മാ ഇൻദകും യൻഫദ്, നിങ്ങൾ എത്ര സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും അത് ഒരു ദിവസം നിങ്ങളെ കയ്യിൽ നിന്ന് തീർന്നു പോകും, നശിച്ചു പോകും. പക്ഷേ ഹറാമായ വിധത്തിലാണ് നിങ്ങൾ സമ്പാദിച്ചതെങ്കിൽ വയബ്ഖാ ബഅദഹു ആസാമുഹു, സമ്പത്ത് നിങ്ങളെ കയ്യിൽ നിന്ന് തീർന്നു പോയിട്ടുണ്ടെങ്കിലും അതിന്റെ കുറ്റം നിങ്ങളെ പെരടിയിൽ നിന്ന് ഒരു കാലത്തും പോകൂല. റബ്ബിന്റെ മുന്നിലേക്ക് എത്തും വരെ ആ കുറ്റം നിങ്ങളെ ചുമലിൽ ഉണ്ടാകും. അതുകൊണ്ട് ഹറാമ് സമ്പാദിക്കാൻ നിൽക്കരുത്. ലൈസത് തഖീ ബിൽ മുത്തഖീ ലിഇലാഹിഹി, യഥാർത്ഥ മുത്തഖി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവൻ മാത്രം അല്ല, നോമ്പെടുക്കുന്നവൻ മാത്രമല്ല, യഥാർത്ഥ അല്ലാഹുവിൽ ഭക്തിയുള്ള മുത്തഖിയായ അടിമ എന്ന് പറഞ്ഞാൽ ആരാ? ഹത്താ യതീബ തആമുഹു വ കലാമുഹു, അവന്റെ സംസാരം നന്നാവണം, അതുപോലെ അവൻ കഴിക്കുന്ന ഭക്ഷണവും ഹലാലായ നല്ല ഭക്ഷണമായിരിക്കണം. ഹലാലായ ഭക്ഷണം കഴിക്കുന്നവനെ പറ്റിയേ മുത്തഖി എന്ന് പറയാൻ പറ്റുള്ളൂ. നിസ്കാരത്തിന് കൃത്യമുണ്ട്, റമദാൻ മാസം കൃത്യമായി നോമ്പെടുക്കുന്നുണ്ട്, കുറെ വട്ടം ഹജ്ജിന് പോയിട്ടുണ്ട്. പക്ഷേ സാമ്പത്തിക ശുദ്ധി ഇല്ലെങ്കിൽ അവൻ എത്ര വലിയ മുത്തഖിയായി നടക്കുന്നുണ്ടെങ്കിലും അവനെ മുത്തഖിയാക്കാൻ പറ്റില്ല. അവൻ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികളായ മുത്തഖിങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടൂല. അതുകൊണ്ട് ഹറാമായ ഒരു നയാ പൈസ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ ഭാര്യമാരിലേക്ക് എത്താതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. പക്ഷേ ഭൂരിഭാഗം ആളുകളും ആ വിഷയത്തിൽ പരാജിതരാണ്.
ഇബ്ലീസ് ജയിക്കുകയും മനുഷ്യരായ നമ്മൾ തോൽക്കുകയും ചെയ്ത ഒരു മേഖലയാണ് സാമ്പത്തിക ശുദ്ധി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാഹ് എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ തന്നെ മഹാനായ ഹാഫിദ് ഇബ്നു അബി ദുനിയ ഉദ്ധരിക്കുന്നുണ്ട് മുജാഹിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ഇബ്ലീസ് പറഞ്ഞു പോലും, എന്താ പറഞ്ഞത്? മനുഷ്യൻ പല കാര്യത്തിലും എന്നെ തോൽപ്പിക്കുന്നുണ്ട്, പക്ഷേ ഫലൻ യുഅ്ജിസനി ഫീ സലാസി ഖിസാൽ, 3 കാര്യത്തിൽ മനുഷ്യർക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. 3 കാര്യത്തിൽ ഞാൻ മനുഷ്യനെ തോൽപ്പിച്ചിട്ട് ജയിക്കും. ഒന്ന്, സമ്പത്ത് നേടുന്നിടത്ത് ഹറാമോ ഹലാലോ നോക്കാതെ സമ്പാദ്യം ഉണ്ടാക്കുന്നിടത്ത്. മറ്റൊന്ന്, ഹറാമോ ഹലാലോ എന്ന് നോക്കാതെ സമ്പത്ത് ചെലവാക്കുന്നിടത്ത്, നിയമവിരുദ്ധമായി സമ്പത്ത് ചെലവാക്കുന്നിടത്ത്. മറ്റൊന്ന്, അവകാശപ്പെട്ടവർക്ക് സമ്പത്ത് കൊടുക്കാതെ തടഞ്ഞു വെക്കുന്നിടത്ത്. ഈ 3 സ്ഥലത്തും മനുഷ്യൻ പരാജിതനാണ്, ഞാനാണ് പലപ്പോഴും ജയിക്കാറ് എന്ന് ഇബ്ലീസ് പറഞ്ഞതായിട്ട് മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മഹാനായ ഹാഫിദ് ഇബ്നു അബി ദുനിയ ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ തഖ്വ ചെയ്യുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടണമെങ്കിൽ, നമ്മുടെ ദുആക്കല്ല ഉത്തരം തരണമെങ്കിൽ തീർച്ചയായിട്ടും ഹറാമായ നയാ പൈസ ആരാൻ്റെത് കക്കാതെ, ആരാൻ്റെത് മോഷ്ടിക്കാതെ, അനധികൃതമായി മറ്റുള്ളവൻ്റേത് കള്ളക്കേസിൽ കുടുക്കിയിട്ട് കൈവശപ്പെടുത്താതെ, ബിസിനസ്സിന് ഷെയറിന്റെ പേരിൽ പറഞ്ഞിട്ട് ആരാന്റെ പൈസ വാങ്ങിയിട്ട് മുതൽ മുടക്കൂല്ല, ലാഭമില്ല, ഇങ്ങനെ മനുഷ്യനെ തട്ടിപ്പാക്കാതെ ഹലാലായ ഭക്ഷണത്തിലൂടെ മാത്രം ജീവിക്കാൻ പഠിക്കണം. എന്നാലേ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരികയുള്ളൂ. നിങ്ങൾ ഇന്നത്തെ ഖുതുബയിൽ കേട്ടു മഹാനായ ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞിട്ട്, നബിയേ, എന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ തങ്ങളൊന്ന് ദുആ ചെയ്യണം. ഉദുഉല്ലാഹ അൻ യജ്അലനി മുസ്തജാബദ് ദഅവ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെട്ട് കിട്ടാൻ തങ്ങളൊന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. അതിന് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി, അത്ഇബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ, നീ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെന്ന് ഉറപ്പുവരുത്തിക്കോ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, എന്റെ ശരീരം നിയന്ത്രിക്കുന്ന റബ്ബാണേ സത്യം, ഇന്നൽ അബ്ദ ലയഖ്ദിഫുൽ ലുഖ്മത്തൽ ഹറാമ ഫീ ജൗഫിഹി, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ആമാശയത്തിലേക്ക് ഹറാമായ ഭക്ഷണത്തിന്റെ ഒരു ഉരുള, കുറയൊന്നും വേണ്ട, ഒരൊറ്റ ഒരു ഉരുള ഭക്ഷണം ഹറാമായ നിലക്ക് ഒരു മനുഷ്യന്റെ ആമാശയത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ മാ യുതഖബ്ബലു മിൻഹു അമലു 40 സബാഹ, അവന്റെ 40 ദിവസത്തെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അവന്റെ നോമ്പ് അല്ലാഹുക്ക് വേണ്ട, അവന്റെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട, അവന്റെ ദുആ അല്ലാഹുക്ക് വേണ്ട. വഅയ്യുമാ അബ്ദിൻ നബത ലഹ്മുഹു മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി, ഹറാമായ ഭക്ഷണത്തിലൂടെ പുഷ്ടിച്ചിരിക്കുന്ന ശരീരം, വളർന്നു വന്നിരിക്കുന്ന മാംസം നരകത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഹറാമായ ഭക്ഷണം കഴിച്ചിട്ട് ഒരിക്കലും നാം ആരോഗ്യം നേടരുത്. പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായ സമ്പാദ്യം കൊണ്ട് നമ്മയൊക്കെ സമ്പന്നരാക്കി തരട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ